അടുത്തത് മുൻഷി അക്ബറിൻ്റെ അടുത്താണ്. പാരഡിയൊക്കെ കൊള്ളാം, പക്ഷേ ഒറിജിനലൊന്നും കയ്യിലില്ല ഇല്ലേ? പാരഡിയിലെ വരികളൊക്കെ ഒറിജിനലാണേ, അക്ബർ പറയാ. നാടെവിടെയാ? അക്ബർ തൃശ്ശൂർ. തൃശ്ശൂരിലെവിടെയാ? ചൂണ്ടൽ. കുന്നുംകുളത്തിനടുത്തില്ലേ? കുന്നുംകുളത്തിനടുത്ത് പറയാമല്ലോ. അപ്പോൾ അത് പാരഡികളാണല്ലോ അവിടെ. പാരഡികളിലെ വരികൾ ഒറിജിനലാണ്. ഹേ ഹോ ഹീ എന്ന് അക്ബർ പറയാണ്. ആ ഏരിയ എനിക്ക് ഇത്തിരി പേടിയാ എന്ന് മുൻഷി പറയാണ്. മുൻഷിയേട്ടൻ്റെ ഈ ലുക്കാണ് അടിപൊളി എന്ന് അക്ബർ പറയാം. ഇതാണ് നൈസ്. ഈ ലുക്ക് കൊണ്ടാണോ ഞാനിവിടുന്ന് പെട്ടെന്ന് പോകേണ്ടി വന്നതെന്ന് മുൻഷി ചോദിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുൻഷിയുടെ അടുത്തോട്ട് നിവിൻ നടന്നു വന്ന് ബിൻസിയും വരുന്നുണ്ടായിരുന്നു. അപ്പം മുൻഷി പറയുന്ന, എനിക്ക് നിന്നെ അത്ര വിശ്വാസമല്ല, നീ എന്നെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കല്ലോ കേട്ടോ. അപ്പം ബിൻസി വന്ന വഴി തിരിച്ച് അവരുടെ അടുത്തോട്ടങ്ങ് നടന്നുപോയി. നിവിനെ അങ്ങോട്ട് മാറി. ബിനി വന്നിട്ട് അക്ബറിന് കയ്യൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് പറയാം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, പറയടി, ധൈര്യം ഉണ്ടെങ്കിൽ പറയടി എന്ന് പറയുന്നത്. അന്നേരം പറയാം, നിനക്ക് രണ്ടാമതൊരവസരം തന്നെയാണ്, ഇതിനെങ്കിലും നീ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എന്ന് സരിക അവിടെ നിന്നിട്ട് പറയുന്നു. അവിടെ ഒരു കുഴി കുഴിച്ചിട്ടിരിക്കുക, അവിടെ അങ്ങ് പോയി വീഴല്ലേ എന്ന് മുൻഷി പറയുന്ന. സരിക 1 മാസമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു, അമ്മമാർ തോർത്തുമൊക്കെ ആയിട്ട് നിൽക്കും കണ്ണീരൊപ്പാനെന്ന്. ബിഗ് ബോസ് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരണ്ടാന്ന്. അപ്പോഴേക്ക് ബിൻസി പറയുന്നത്, അയ്യോ ഇല്ല ബിഗ് ബോസേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.